ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. ഞങ്ങളെല്ലാവരും ഉടുപ്പി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏർലി മോർണിംഗ് KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബേസിക്കലി ഇന്ന് ഫുള്ളും സ്റ്റേ ചെയ്ത് ആ ഒരു ഏരിയ നല്ല പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ പ്ലേസ്. നമ്മൾ 2 വീലർ എടുത്ത് പോവാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലേസ്. നമ്മൾ നേരത്തെ ഒത്തിരി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. ബിക്കോസ് വി നീഡ് എ പീസ്ഫുൾ സെറ്റിൽമെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് അലഞ്ഞു തിരിയാനല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡേ ആ വന്ന ദിവസം നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് അവിടുത്തെ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ ഒരുപാട് തപ്പി കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് ഈ ഹാങ് ഔട്ട് റിസോർട്ട് എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്യൂവിലുള്ളൊരു റിസോർട്ടാണിത്, ഫുൾ റിവർ ഫ്രണ്ടായിട്ട്. സ്ഥലം വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ ബുക്കിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളുണ്ടായിരുന്ന ആ ഒരു 1 ഡേ ഫുള്ളും. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ ആ ഒരു ഫീലായിരുന്നു. പിന്നെ ആ ഒരു റിവർ ഫ്രണ്ട് വ്യൂ എല്ലാവർക്കും, നമ്മൾ പലരും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. നോട്ട് ഫോർ മീ, ബട്ട് ബാക്കി എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. ക്ലൈമറ്റൊക്കെ ഓൾമോസ്റ്റ് ലൈക്ക് കേരള ക്ലൈമറ്റ് ആയിരുന്നു. ഹാങ് ഔട്ട് റിസോർട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഊഞ്ഞാലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വെക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സെപ്പറേറ്റ് പിന്നെയും ബാലൻസ് നമുക്ക് ഊഞ്ഞാലുകളുണ്ടായിരുന്നു. വേണമെങ്കിൽ വെള്ളത്തിൽ വരെ നമുക്ക് ഊഞ്ഞാലുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരു പറ്റിയ സ്ഥലമാണ് ശരിക്കും ഈ ഹാങ് ഔട്ട് റിസോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഒരു ഓപ്പൺ സ്റ്റേജ് സെറ്റപ്പ്. അപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് നടത്തണമെങ്കിൽ അതൊക്കെ ആവാം. അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഹൽദി അങ്ങനത്തെ ഫങ്ഷനൊക്കെ. നമ്മൾ 4 പേരും മാത്രമായിട്ടുള്ള ആ ഒരു സ്പേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു, നമ്മൾ ഒരുപാട് സംസാരിച്ചു. അപ്പം ആര്യ എൻ്റെ ഒരു സ്കൂൾ ടൈമിൽ ട്യൂഷൻ ക്ലാസ് ഫ്രണ്ടാണ്. സോ നമ്മളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് സംസാരിക്കാൻ പറ്റി. നമ്മൾ 4 പേരുമായിട്ടെങ്കിലും നല്ലൊരു ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വി റിയലി ഹാഡ് ഫൺ. ഇതായിരുന്നു അപ്പം നമ്മുടെ ഹാങ് ഔട്ട് സ്റ്റേയുടെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. വെയിലിറക്കമായിരുന്നു ആ ഒരു സമയത്ത്. സോ ആ ഒരു നൈറ്റ് വ്യൂവിൽ ഫുൾ ലൈറ്റ്സ് എല്ലാം വന്നിട്ട് നമ്മുടെ റിസോർട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ നമുക്ക് ക്യാമ്പ് ഫയർ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ ഫുഡ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ എവിടെ പറഞ്ഞാൽ അവിടെ ചെയ്തു തരും. അപ്പോൾ പുഴയുടെ സൈഡ് വേണമെങ്കിൽ അവിടെയും ചെയ്തു തരുമായിരുന്നു. നമ്മളെന്തായാലും ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. ഈ സ്ഥലത്തിൻ്റെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഒരു തരി വെള്ളം പോലുമില്ല. വേണേൽ നമുക്ക് ഇറങ്ങി നടക്കാം ഈ പുഴയുടെ കുറേ ഭാഗം വരെ എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഫുൾ ലിറ്ററലി ഡ്രൈഡ് ആയിരുന്നു. അപ്പം ആ ഒരു വെയിൽ ഇറക്കം നന്നായിട്ട് കാണാൻ പറ്റി. മോർണിംഗ് നോക്കുമ്പോൾ ഫുൾ അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ വന്നപ്പോഴൊക്കെ.
പ്ലസൻറ്റ് മോർണിംഗ് ആയിരുന്നു അത്. ഒരുപാട് മയിലുകളുടെ കരച്ചിലൊക്കെ കേട്ടിട്ടാണ് നമ്മൾ എണീറ്റ് വരുന്ന ആ ഒരു സീൻ എന്ന് പറയുന്നത്. നമ്മൾ ഏർലി മോർണിംഗ് തന്നെ എണീറ്റിരുന്നു, ബിക്കോസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കയാക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് മോർണിംഗ് തന്നെ ആ ഒരു ടൈമിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റു. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു സീനറിയും സൺറൈസും ഒക്കെ കാണാൻ പറ്റി. ആദ്യം കുറച്ച് പേടിച്ചുവെങ്കിലും നമ്മളെല്ലാവരും തന്നെ കയാക്കിങ് ചെയ്തു. ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു കയാക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു. സോ നമ്മൾ റിയലി എൻജോയ് ചെയ്തൊരു ആക്ടിവിറ്റി ആയിരുന്നു അത്. നമ്മൾ കാക്കകളെയും കോഴികളെയൊക്കെ കാണുന്ന പോലെയാണ് ഇവിടെ നമ്മൾ മയിലുകളെ കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് മയിലിനെ കണ്ടു. നമ്മൾ കയാക്കിങ് പോകുമ്പോഴാണെങ്കിലും വീടുകളുടെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ കോഴികൾ പോകുന്ന പോലെയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയായി കുറേ മയിലിനെയൊക്കെ കണ്ടപ്പോഴേക്കും. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഈ ഹാങ് ഔട്ട് റിസോർട്ടിലുള്ളത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ദിസ് പ്ലേസ്, ബിക്കോസ് ഇറ്റ്സ് വെരി അമേസിങ്. So I'm just suggesting you all. So thanks for watching. Please do subscribe, like and share. So bye bye.